പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമ്മൾ ഈ ടോപ്പിക്കിൽ നെക്സ്റ്റ് അടുത്ത ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അത് പുതിയൊരു വാക്കാണ് പുറകോൺ, ഔട്ടർ ആംഗിൾ. നമ്മൾ നേരത്തെ സംസാരിച്ചത് മുഴുവൻ ഇന്നർ ആംഗിളിനെ കുറിച്ചാണ്, അതായത് ബഹുഭുജത്തിന്റെ ഉള്ളിലുള്ള കോണുകളെ കുറിച്ചാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പുതിയൊരു ആംഗിളിനെയാണ്, അതാണ് ഔട്ടർ ആംഗിൾ. നോക്കൂ കുട്ടികളെ, ഇതുവരെ നമ്മൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള രൂപങ്ങളുടെ ആംഗിളിന്റെ തുകയാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾക്ക് പുതിയൊരു ആംഗിൾ, ഇതിന്റെ പുറത്തേക്കുള്ള ഒരു ആംഗിൾ കൂടാ. ഈ ത്രികോണത്തിന് ഈ കോണ ഇതിന്റെ ഇന്നർ ആംഗിൾ ആണ്, ഈ ട്രയാംഗിളിന്റെ ഔട്ടർ ആംഗിൾ ആണ്. ഇതിനെയാണ് നമ്മൾ പറയാ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയല് പുറകോൺ. പുറകോൺ എന്ന് പറയുന്നത് പുറത്തുള്ള കോൺ. അങ്ങനെയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, ഇവിടെ വരുമ്പോ ഇങ്ങനെ ഒന്ന് വരക്കാം, ഇവിടെ വരുമ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങനെ വരക്കാം, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ടും വരക്കാം. അപ്പൊ ഇതും ഒരു പുറകോണാണ്, ഇതുമാണ്, ഇതുമാണ്. ഇങ്ങനെ തന്നെ വരക്കണം നിർബന്ധമില്ല. ഇവിടുന്ന് ഞാൻ ഈ സൈഡ് ഞാൻ നീട്ടി വരച്ചു, ഈ സൈഡ് നീട്ടിയിട്ട് ഇങ്ങോട്ടും വരക്കാം. അപ്പോൾ ഈ താഴെ പുറകോണ് വരും. നോക്കൂ, ഈ സൈഡ് ഞാൻ ഇങ്ങോട്ടാണ് വരക്കുന്നത് എങ്കിൽ, നോക്കിയാൽ ഇങ്ങനെയാണ് വരക്കുന്നത് എങ്കിൽ ഇവിടെയാണ് നമ്മൾക്ക് പുറകോണായിട്ട് കിട്ടുക, പുറത്തുള്ള കോൺ, ഇതിന്റെ പുറത്തുള്ളത് വരിക. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാനിവിടെ 3 പുറകോൺ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ വരച്ചിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഈ ആംഗിള് ഒരു 60 ഡിഗ്രി ആണ് എങ്കിൽ ഇതെത്ര വരും? 40ഉം 60ഉം കൂട്ടിയാൽ 100ആയി. 100ഉം ബാക്കിയെല്ലാം എത്ര ഉണ്ടാവുക? 80 ഡിഗ്രിയാണ് ഉണ്ടാവുക, അല്ലേ? കറക്റ്റ്, 80 ഡിഗ്രിയാണ് നമുക്ക് വരുന്നത്. അപ്പോഴ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരു ലൈനില് ഇങ്ങനെയുള്ള ഇത് 60 ഡിഗ്രി ആണ് എങ്കിൽ ബാക്കി ഇപ്പുറം എത്ര വരും? ഇത് ഫുൾ വരുന്നത് നമ്മുടെ പ്രൊട്രാക്ടറിൽ 180 ഡിഗ്രിയാണ് വരുന്നത്. ആ 180ൽ ഈ 60 കഴിച്ചാൽ ബാക്കി ഇത് എത്ര വരും? നമുക്ക് 120 ഡിഗ്രി വരും. ഈ 60ന് പകരം ഇവിടെ 80 ആണ് ഉള്ളതെങ്കിൽ ഇപ്പുറം 100 വരും. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്ത് എത്രയായിരിക്കും? നോക്കിയേ, ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോ ഇത് 60 ഡിഗ്രി ആണ് എങ്കിൽ ഇപ്പുറത്ത് എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. നോക്ക്, ഇത് 120 ഡിഗ്രി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ നോക്കിക്കാൻ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിലെ അകകോണും അവിടെയുള്ള പുറകോണും കൂട്ടിയാല് എത്ര കിട്ടും? 60ഉം 120ഉം കൂട്ടിയാൽ 180. അത് ലീനിയർ പെയർ ആണ്. ഇത് ലീനിയർ, ഒരു വര, അതിന് മേലെ ലൈൻ വരുമ്പോ ഈ വര വരുമ്പോ ഇത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡികളാണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതിൽ നമുക്കൊരു പ്രത്യേകത പറയാൻ പറ്റും. എന്താണ്? ഒരു ത്രികോണത്തിന്റെ, ഒരു ട്രയാങ്കിളിന്റെ ഒരു കോർണറിലുള്ള ഇന്നർ ആംഗിളും ആ കോർണറിലത്തെ ഔട്ടർ ആംഗിളും സം ചെയ്താൽ, ടോട്ടൽ ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതായത് നമുക്ക് പറയാൻ പറ്റും, ഇന്നർ ആംഗിള്, ഇന്നർ ആംഗിള്, ഒരു കോർണർ നമ്മൾ എടുത്ത ഒരു കോർണറിലെ ഇന്നർ ആംഗിളും പിന്നെയോ അവിടുത്തെ ഔട്ടർ ആംഗിളും കൂടെ നമുക്ക് ആഡ് ചെയ്താല് നമ്മൾക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി, 180 ഡിഗ്രി. അതായത് അകകോൺ പ്ലസ് പുറകോൺ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അകകോൺ പ്ലസ് പുറകോൺ നമുക്ക് കിട്ടും 180 ഡിഗ്രി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, അത് മനസ്സിലാക്കി വെക്കണം. ഒരു കോർണറിലുള്ള ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടിയാല് സമ്മ് 180 ഡിഗ്രി ആയി, തുക 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും എന്ന് ഓർമ്മിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഇത് ഇങ്ങനെ വരച്ചാല് ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. കാരണം ഈ മൂലക്കുള്ള അകകോണും പുറകോണും കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇതും കൂട്ടിയാൽ 180. ഇനി ഇങ്ങോട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തും കൂട്ടിയാൽ 180 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഇനി മറ്റൊരു പ്രത്യേകത അറിയേണ്ടത്, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് 120 ഡിഗ്രിയാണ്. ഈ 120 ഡിഗ്രിക്ക് തൊട്ടിട്ടുള്ള അകകോണാണ്, ഇന്നർ ആംഗിൾ ആണ് 60 ഡിഗ്രി. ഇത് കൂടാതെ ഈ ട്രയാങ്കിളിന് ശ്രദ്ധിക്കണം, ഒരു മറ്റൊരു പോയിന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്.
അതായത് ഇത് ഔട്ടർ ആംഗിള്, ഈ കോർണറിലത്തെ ഔട്ടർ ആംഗിള്, ഇത് ഈ കോർണറിലത്തെ ഇന്നർ ആംഗിള്, അകകോണ്. ഈ അകകോൺ കൂടാതെ വേറെ രണ്ട് അകകോണുകളുണ്ട് ഇവിടെ. നോക്കിയാൽ 80ഉം 40ഉം ഉണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയാല്, അതായത് 80ഉം 40ഉം കൂടെ കൂട്ടിയാല് 120 ഡിഗ്രി കിട്ടും. ആ 120 ഡിഗ്രിയാണ് എവിടെ ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവുക. ഏത് വരച്ചാലും, ഏത് ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ട് എടുത്താലും, നോക്കൂ, ഇങ്ങനെ വരച്ചിട്ട് എടുത്തോ, ഇത് ഒരു 80 ഡിഗ്രി എടുത്തോ, ഇത് ഒരു 60 ഡിഗ്രി എടുത്തോ, അപ്പോ ഇത് എത്ര ഉണ്ടാവും? 80ഉം 60ഉം കഴിച്ച 140 അപ്പൊ ഇത് 40 ഡിഗ്രി ഉണ്ടാവും. ഇത് 40 ഡിഗ്രി ഉണ്ടാകുമ്പോ ഈ ലൈനില് ഇത് 40ഉം കഴിച്ച ബാക്കി ഇത് എത്ര ഉണ്ടാവും? 140 ഡിഗ്രി ഉണ്ടാവും. അപ്പോ നമുക്ക് പറയാൻ പറ്റുന്ന പ്രത്യേകത നോക്കിയാൽ, ഈ 140 ഡിഗ്രി ആയിട്ടുള്ള ഔട്ടർ ആംഗിള് എന്ന് പറയുന്നത് നോക്കിയാൽ, ഈ ഇന്നർ ആംഗിള് ഒഴിച്ച് ഈ മൂലയിലല്ലാത്ത രണ്ട് കോണുകൾ കൂട്ടിയാല്, നോക്ക്, 80ഉം 60ഉം കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? ഈ 140 ഡിഗ്രി കിട്ടും. അപ്പൊ ഒരു പുറകോണിന്റെ അളവ് എന്ന് പറയുന്നത് ആ കോർണറിൽ അല്ലാത്ത മറ്റ് രണ്ട് മൂലകളിലെ കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അതർ ടു ആംഗിൾസിന്റെ സമ്മിന്, സം ഓഫ് അതർ ടു ഇന്നർ ആംഗിൾസ് ആയിരിക്കും. ഒരു ഔട്ടർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് അതർ ടു ഇന്നർ ആംഗിൾസ്. എന്താ ഈ അതർ ടു എന്ന് പറഞ്ഞാൽ? ഇത് ഒഴിച്ച്, ഈ ഇന്നർ ആംഗിള് ഒഴിച്ചിട്ടുള്ള മറ്റ് രണ്ട് കോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പൊ പുറകോണിന്റെ രണ്ട് കാര്യമാണ് ഇപ്പൊ പഠിച്ചത്. ഒന്ന്, ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിളും അവിടെയുള്ള ഔട്ടർ ആംഗിളും കൂട്ടിയ 180 ഡിഗ്രി. ഓക്കെ, അകകോണും പുറകോണും കൂട്ടിയാൽ 180 ഡിഗ്രി. രണ്ടാമത്തെ കാര്യം പഠിച്ചത്, ഒരു പുറകോണിന്റെ അളവ്, ഒരു ഔട്ടർ ആംഗിളിന്റെ അളവ് അതിന്റെ മൂലയിലല്ലാത്ത രണ്ട് ഇന്നർ ആംഗിളുകളുടെ സമ്മിന് ഈക്വൽ ആയിട്ട് വരും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ച് വെക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികളെ, ഒരു ചോദ്യം ഞാനിപ്പോ ഇങ്ങനെ പറയാം. നോക്ക്, ഇങ്ങനെയുള്ള ഒരു ചോദ്യം നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. നോക്ക്, ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 50 ഡിഗ്രി, ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 110 ഡിഗ്രി. അപ്പോ നിങ്ങൾക്ക് ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും കാണാൻ പറ്റൂലേ? ഇത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എത്രയാണെന്ന്? ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് 110 ആണ്. അപ്പൊ ഇതും ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂട്ടിയാലല്ലേ ഇതാവുക. അപ്പൊ ഈ 110 ആയതുകൊണ്ട് ഇത് 50 ആണ്. അപ്പൊ ഇത് എത്ര വരണം? 60 ഡിഗ്രി വരണം. ഓക്കെ, ഇത് രണ്ടും കൂട്ടിയാല് ഈ പുറത്തുള്ള ഈ കോണിന്റെ സമ്മായിരിക്കും. ഓക്കെ, കാര്യം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നോക്കൂ കുട്ടികളെ, നമ്മൾക്ക് ഇവിടെ ഞാനൊരു ത്രികോണം വരച്ചിട്ടുണ്ട്. അതിന് വരക്കാൻ 3 പുറകോൺ വരച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചതുർഭുജം 4 സൈഡിലുള്ള വരച്ചിട്ടുണ്ട്. അതിന്റെ പുറകോണായിട്ടുള്ള വരച്ചിട്ടുണ്ട്. 5 എണ്ണത്തിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാല്, ഈ പുറകോണിന്റെ അളവ് എത്രയുണ്ടാവും? ഇത് 70 ആയതുകൊണ്ട് ഇത് 110. കാരണം എന്താ? ഇത് രണ്ടും കൂട്ടിയാൽ 180 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 50 ആയതുകൊണ്ട് ഇത് 130 ആയിരിക്കും. ഇത് 60 ആയതുകൊണ്ട് ഇത് 120 ആയിരിക്കും. ഓക്കെ, ഇത് 80 ഞാൻ വേഗം എഴുതാം. 100 ആയതുകൊണ്ട് ഇത് 80. 85 ആയതുകൊണ്ട് എത്ര കിട്ടും? ഇത് 95 ഡിഗ്രി. രണ്ടും കൂട്ടിയ 180. ഇത് 95 ആയതുകൊണ്ട് ഇത് 85 ഡിഗ്രി. ഓക്കെ, ഇത് 70 ആയതുകൊണ്ട് ഇത് 110 ഡിഗ്രി. 130 ആയതുകൊണ്ട് 50. അതേപോലെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അകകോണുണ്ട്, അതിന്റെ അവിടുത്തെ പുറകോണുണ്ട്. അകകോൺ പുറകോൺ, അകകോൺ പുറകോൺ, ഇന്നർ ആംഗിള് ഔട്ടർ ആംഗിൾ. ഇന്നർ ആംഗിൾ കുട്ടികളെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടുമല്ലോ. 180 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നർ ആംഗിളിന്റെ സമ്മ്, അകകോണിന്റെ സമ്മ് നോക്കിയോ. ഇന്നർ ആംഗിളിന്റെ തുക സം, ഇന്നർ ആംഗിൾ സം, അതായത് മലയാളത്തിലെ അകകോൺ തുക, അകകോൺ തുക നമുക്ക് എത്ര കിട്ടി? ഇതിന്റെ ഉള്ളിലത്തെ കോൺ തുക 180 ഡിഗ്രി. പുറകോൺ തുക, പുറത്തെ കോൺ തുക,
പുറകോൺ തുക. ഔട്ടർ ആംഗിൾ സം. ഔട്ടർ ആംഗിൾ സം ഓഫ് ഔട്ടർ ആംഗിൾസ്. സം ഓഫ് ഔട്ടർ ആംഗിൾസ് എത്ര വരും നോക്കിയാൽ 110, 130, 120. 130, 120, 250, 250, 110. ഞാനിവിടെ എഴുതാം 110, 130, 120. ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 360. ഇവിടെ കിട്ടുന്ന തുക എത്ര? 360. ഇത് ഏതിൻ്റെതാണ്? ത്രികോണത്തിൻ്റെയാണ്. ഇനി 4 സൈഡുള്ളതാണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. 4 സൈഡിന്റെ അതിന്റെ ഉള്ളിൽ നമുക്ക് എത്രയാണെന്ന് അറിയാം? ഉള്ളിലത്തെ നമുക്കറിയാം 360 എന്ന് അറിയാലോ. ഉള്ളിൽ 360 ചതുർഭുജത്തിന് കിട്ടുക നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇനി പുറത്ത് എത്ര കിട്ടും നോക്കിയാൽ ഓരോന്നും കൂട്ടാം. ഏതെല്ലാം കൂട്ടുണ്ട്? ഇവിടെ 100 ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഒന്നിച്ച് എഴുതാം. 100, 80 കൂട്ടിയാൽ 180 180. 95ഉം 85ഉം കൂട്ടുക, അതും എത്ര കിട്ടും? 180 തന്നെ കിട്ടും. നോക്ക്, ഇതിന്റെ കൂടെ 95ഉം 85ഉം 5 5 10, ബാക്കി 1 8 9 18 8 26, 2 1 3. അതും നമുക്ക് എത്ര കിട്ടി? അതും കിട്ടുന്നത് 360 ഡിഗ്രി. ഓക്കെ, അതും കിട്ടുന്നത് 360 ഡിഗ്രി. ഇനി 5 സൈഡിൽ നോക്കിക്കോ, അവിടെ എന്താ വരും നോക്കിയാൽ അകത്തെ കോണ് കൂട്ടിക്കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. 110, 110 നോക്ക്, 130, 70, 200, 200, 320, 430, 540. അകകോണിന്റെ തുക 5 സൈഡുള്ളതിനെ 5 സൈഡുള്ളതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അകകോൺ 540. അത് കിട്ടാൻ എളുപ്പവഴിയുണ്ട്. ഓരോ 150 കൂടി കൂടി പോയാൽ മതിയല്ലോ. അകകോണിന്റെ തുക. പുറകോണിന്റെ തുക നോക്കിക്കോ. നോക്കാം നമുക്ക്. ഇതാ 70, 70, 140, 60, 200, 310, 310, 50, അതും 360 ഡിഗ്രി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? അകകോണുകളുടെ തുക വശങ്ങൾ കൂടുന്നതിനനുസരിച്ച് 180, 180, 180, 180, 180 എന്തുണ്ടാവും? സം ഓഫ് ഇന്നർ ആംഗിൾസ് ഇൻക്രീസ് ചെയ്ത് കൂടി കൂടി പോകുന്നു. അകകോണുകളുടെ തുക കൂടി കൂടി പോകുന്നു. എന്നാല് സൈഡിന്റെ കൂടി കഴിയുമ്പോഴും ഔട്ടർ ആംഗിളിന്റെ സമ്മ് നോക്കിയാൽ പുറകോണുകളുടെ തുക എത്ര സൈഡ് ഉണ്ടായി കഴിഞ്ഞാലും എല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്? ഇതാ ഇതും ആഡ് ചെയ്യുമ്പോൾ 360. ഇതായാലും നമുക്ക് എത്ര കിട്ടും? 360. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ. അത് എത്ര സൈഡ് ഉണ്ടായാലും എത്ര വശങ്ങളായി കഴിഞ്ഞാലും ബഹുഭുജങ്ങളുടെ പുറകോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഓൾവേസ് 360 ഡിഗ്രി. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പുറകോണുകളുടെ തുക എപ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് അവിടെ പോയിന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. പുറകോണുകളുടെ തുക 360 ഡിഗ്രി ആയിരിക്കും. കൃത്യം മനസ്സിലായല്ലോ? ഇനി എത്ര സൈഡ് എടുത്താലും അത് കറക്റ്റ് ആയിട്ട് 360 ഡിഗ്രി നമുക്ക് വരും. അപ്പൊ ഈ പുറകോണില് നമ്മളിപ്പോ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് പുറകോൺ? എന്താണ് ഔട്ടർ ആംഗിള്? ഇന്നർ ആംഗിളിന് തൊട്ട് പുറത്തേക്ക് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് അവിടെ ഔട്ടർ ആംഗിള് പുറകോൺ നമ്മൾക്ക് കിട്ടും. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഔട്ടർ ആംഗിളും അതേ ഇന്നർ ആംഗിളും അവിടെ തന്നെയുള്ള ഇന്നർ ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടും. പുറകോണും അവിടെ തന്നെയുള്ള അകകോണും കൂട്ടിയ 180 ഡിഗ്രി കിട്ടും. ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഒരു ഔട്ടർ ആംഗിള് ആർക്ക് തുല്യമാണ്? ഇതിന്റെ കോർണറിലല്ലാത്ത മറ്റ് 2 ഇന്നർ ആംഗിളുകൾ കൂട്ടിയാല് അത് ഇതിന് തുല്യം വരും. അത് ഏതില്? ട്രയാങ്കിളിലാണ് ഇങ്ങനെ വരിക. എന്നാല് വേറെ ഞാൻ അത് പറഞ്ഞുതരാം. അപ്പൊ ട്രയാങ്കിളില് പുറത്തത്തെ കോൺ ഇവിടെ ഒഴിച്ചിട്ടുള്ള മറ്റ് 2 കോണുകളുടെ അകകോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഏത് പോളിഗൺ ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് 360 ഡിഗ്രി, 360 ഡിഗ്രി. ബഹുഭുജത്തിന്റെ പുറകോണുകളുടെ തുക എല്ലായ്പ്പോഴും 360 ഡിഗ്രി ആയിരിക്കും. അത് ത്രികോണമായാലും ചതുർഭുജമായാലും പഞ്ചഭുജമായാലും.
ട്രയാങ്കിൾ ആയാലും ക്വാഡ്രിലാറ്ററൽ ആയാലും പെന്റഗൺ ആയാലും ഹെക്സഗൺ ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങളുടെ പ്രത്യേകത ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ പുറകോണിന്റെ അളവ് ഇത് രണ്ട് കൂട്ടിയാൽ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കൂ കുട്ടികളെ, ഇവിടെയുള്ള ഈ രണ്ട് പുറകോൺ കൂട്ടി നോക്ക് നിങ്ങൾ. ഈ രണ്ട് പുറകോൺ നിങ്ങൾ കൂട്ടിയാല് നമുക്ക് എത്ര കിട്ടും നോക്കിയാൽ, ഇവിടെ എത്രയുണ്ട് പുറകോൺ? 95 ഉണ്ട്. ഇവിടെ എത്രയുണ്ട്? 80. നമുക്ക് എത്ര കിട്ടും അപ്പോ? 175 കിട്ടും അല്ലെ? 95ഉം 80ഉം രണ്ട് പുറകോൺ കൂട്ടിയാല് അവിടെ അല്ലാത്ത രണ്ട് അകകോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഞാൻ ഒന്നും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാം. ഇവിടുത്തെ കാര്യം മനസ്സിലായല്ലോ. ഇതിന്റെ അളവ് ഇത് മാറ്റി നിർത്തിയിട്ടുള്ള രണ്ട് അകകോൺ കൂട്ടിയാല് സമ്മിന് ഈക്വൽ ആയിരിക്കും ഇത്. ഇവിടെ പറയുന്ന നോക്കൂ, ഇവിടെ ഒരു കോർണറിലത്തെ പുറകോണാണ് എടുത്തതെങ്കിൽ 4 സൈഡ് ഉണ്ടാവുമ്പോ നിങ്ങൾ എടുക്കുന്നത് രണ്ട് സൈഡിലെ പുറകോൺ നോക്കോ. രണ്ട് സൈഡിലുള്ള ഈ ഇത് രണ്ടും കൂട്ടിയാല് അതില് തൊടാത്ത, ഇതിന് തൊട്ടിട്ടുള്ള ഇതിന് തൊട്ടിട്ടല്ല ഇതില്ലേ, ഇത് രണ്ട് തൊടാത്ത രണ്ട് ഇന്നർ ആംഗിൾ ഉണ്ടല്ലോ ഇവിടെ, ഇതിന് തുല്യമായിരിക്കും. നോക്ക്, 95 80 കൂട്ടിയാ 175. അപ്പൊ 95 80 കൂട്ടിയാല് 175. അപ്പൊ ഒരു ചതുർഭുജത്തിലാവുമ്പോ എന്താണ്? രണ്ട് മൂലകളിലെ പുറകോണുകളുടെ തുക ആ മൂലകളിലല്ലാത്ത അകകോണുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓക്കെ, അതായത് in a quadrilateral sum of two outer angles equal to sum of inner angles other than their inner angles. ഈ പുറകോണിന്റെ ഇവരുടെ, അതായത് സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെതല്ലാത്ത ഇന്നർ ആംഗിൾസിന്റെ സമ്മുകൾക്ക് തുല്യമായിരിക്കും രണ്ട് ഔട്ടർ ആംഗിളുകളുടെ തുക. ഓക്കെ, ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്പർ 72 72ാമത്തെ പേജിലത്തെ ഒന്നാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. 18 നിങ്ങൾക്ക് അവിടെ കാണാം. 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകകോണുകളെല്ലാം തുല്യമാണ് എങ്കിൽ ഒരു പുറകോണിന്റെ അളവെത്ര, അതിലെ ഒരു അകകോണിന്റെ അളവ് എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ്? 18 സൈഡുള്ള പോളിഗൺ ആണ്. 18 സൈഡഡ് പോളിഗന്റെ ഓൾ ഇന്നർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും എല്ലാ ഔട്ടർ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട്? ഇന്നർ ആംഗിളുകളെല്ലാം നമ്മൾ നോക്കിക്കോ, ഒരു ചെറിയൊരു രൂപം നമുക്കെടുക്കാം. ചെറിയ ഒന്ന് നമുക്കെടുത്ത് ഇങ്ങനെയുള്ള ഒന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാല് ഇതിന്റെ ഇത് 108 ആണ്, ഇതിന്റെ ഇതും 108 ആണ്, എല്ലാം 108 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് എങ്കിൽ ഇതും എത്ര? 72 ആയിരിക്കും. ഇങ്ങോട്ട് എടുത്താൽ ഇതും 72 ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടും. അപ്പൊ അകകോണുകളെല്ലാം തുല്യമായാൽ അതിന്റെ പുറകോണുകളും തുല്യമായിരിക്കും. ഇന്നർ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയാൽ ഔട്ടർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഔട്ടർ ആംഗിൾസ് എത്ര 18 സൈഡ് ഉള്ളതിന് എത്ര ഔട്ടർ ആംഗിൾ ഉണ്ടാവും? 18 ഔട്ടർ ആംഗിൾ ഉണ്ടാവും. ഓക്കെ, 18 ഔട്ടർ ആംഗിൾ ഉണ്ടാവും. എല്ലാ പുറകോണുകൾ ഉണ്ടാവും. എല്ലാ പുറകോണും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്കറിയാം? 360 കിട്ടും. ഓക്കെ, അപ്പൊ 18 പുറകോൺ ഉണ്ടാവും. ഈ 18 പുറകോണും കൂടിച്ചേർന്നാൽ ടോട്ടൽ എത്രയുണ്ടാവും? ശ്രദ്ധിക്കുക, ടോട്ടൽ ആകെ പുറകോൺ ഏത് ബഹുഭുജത്തിന്റെയും ആകെ എത്രയാ വരിക? 360 ഡിഗ്രിയാണ് വരിക. അപ്പൊ ഈ 360 ഡിഗ്രി 18 പുറകോണുകൾ ഉണ്ടാവും. ഇത് ഞാൻ എക്സാമ്പിൾ 5 സൈഡ് വരച്ചത് മാത്രമേ ഉള്ളൂ. 18 സൈഡ് ഉള്ളതിന് എത്ര? 18 വശങ്ങൾ ഉള്ളതിന് 18 ഔട്ടർ ആംഗിൾ പുറകോണുകൾ ഉണ്ടാവും. അപ്പൊ ആ 18 പുറകോണുകളുടെ ഔട്ടർ ആംഗിളുകളുടെ സമ്മാണ് 360. അപ്പൊ ഒരു ഔട്ടർ എത്രയുണ്ടാവും? ഒരു പുറകോൺ വളരെ ഈസി ഉള്ള കണക്കാണ്, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്കൊക്കെ സ്ഥിരം വരുന്നതാണ്. അപ്പൊ 360 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 18 കൊണ്ട്. എന്തുകൊണ്ടാ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? കാരണം 18 പുറകോണുകൾ ഉണ്ട്, 18 ഔട്ടർ ആംഗിൾസ് ഉണ്ട്.
18 ഔട്ടർ ആംഗിൾസിന്റെ സമ്മാണ് 360. ഓക്കെ, അപ്പൊ 360/18 നമുക്ക് എത്ര കിട്ടും? അത് ചുരുക്കിയാൽ 36 18 2 തവണ പോയി 2 0 നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഓക്കെ, ഈ 0 കട്ട് ചെയ്തിട്ട് 20 എഴുതിയാൽ നമുക്ക് ആൻസർ 20. അപ്പൊ ഒരു പുറകോണിന്റെ അളവ് എത്ര കിട്ടി? നമുക്ക് 20 ഡിഗ്രി കിട്ടി. ഇനി കുട്ടികൾ ശ്രദ്ധിക്കുക, പുറകോണ് എത്രയാണോ എങ്കിൽ അകകോണ് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ആരെല്ലാം കൂട്ടിയാൽ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 കിട്ടും. അപ്പോ ഔട്ടർ ആംഗിള് പുറകോൺ നമുക്കിപ്പോ എത്ര കിട്ടി? ഔട്ടർ ആംഗിൾ, പുറകോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾ നമുക്കിപ്പോ എത്രയാ കിട്ടിയത്? നമുക്ക് കിട്ടിയത് 20 ഡിഗ്രി. അപ്പൊ ഇന്നർ ആംഗിൾ എത്രയുണ്ടാവും? സിമ്പിൾ ആണല്ലോ. അപ്പൊ 1 ഇന്നർ ആംഗിള്, ഒരു ഇന്നർ ആംഗിള്, ഒരു ഇന്നർ ആംഗിള്, 1 ഇന്നർ ആംഗിള്, ഒരു അകകോൺ. എത്രയുണ്ടാവുക? ഒരു അകകോൺ നമുക്ക് കിട്ടും 180 നിന്ന് ആരെ കുറച്ചാൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന 20 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 160 ഡിഗ്രി. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. കാരണം അകകോണും പുറകോണും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇന്നർ ആംഗിള് 160 ഡിഗ്രി, ഔട്ടർ ആംഗിള് 20 ഡിഗ്രി. കറക്റ്റ്. അപ്പൊ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി, എല്ലാ ഔട്ടർ ആംഗിളും ഈക്വൽ ആണെങ്കിൽ 360നെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360നെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എല്ലാ കുട്ടികൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, 22ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, ഒരു ബഹുഭുജത്തിന്റെ ഓരോ മൂലയിലും ഒരു പുറകോൺ വീതം എടുത്ത് കൂട്ടിക്കിട്ടുന്ന തുക അകകോണുകളുടെ എല്ലാം തുകയ്ക്ക് തുല്യമായ ബഹുഭുജം ഏതാണ്? ഇത് നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ നിങ്ങളോട് കാണിച്ചു തന്നിട്ടുണ്ട് നേരത്തെ. അകകോൺ പുറകോൺ എന്ന് പറയുന്ന സമയത്ത്, അതായത് ഒരു പോളിനോമിയലിന്റെ ഓരോ കോർണറിലുള്ള ഔട്ടർ ആംഗിളിന്റെ എല്ലാം എടുത്തിട്ട് ആഡ് ചെയ്യുക, സമ്മ് കാണാം. അപ്പോൾ ഇന്നർ ആംഗിളിന്റെ സമ്മിന് ഈക്വൽ ആവുന്നത് ഏതാണെന്നാണ് ചോദ്യം ഉണ്ടായത്. അപ്പോൾ ഈ ഔട്ടർ ആംഗിളിന്റെ സമ്മ് മനസ്സിലാക്കുക, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഔട്ടർ ആംഗിൾസിന്റെ സം, തുക, അതായത് പുറകോണിന്റെ തുക ഏത് പോളിനോമിയൽ ആയാലും എത്രയാണ് വരിക? അത് 5 സൈഡല്ല, 4 സൈഡല്ല, 3 സൈഡല്ല, എത്ര സൈഡ് ആയാലും എത്ര വശം ആയാലും 360 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ പുറകോണിന്റെ തുകയ്ക്ക് തുല്യമായ അകകോണുള്ളത്. അപ്പൊ ഏതിന്റെ ഇന്നർ ആംഗിളിന്റെ സമ്മാണ് 360 ഡിഗ്രി എന്ന് ഓർമ്മിച്ചാൽ മതി. അപ്പൊ അത് നമുക്ക് ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾ എത്രയാ കിട്ടുക? ഇത് മൂന്നും കൂടെ കൂട്ടിയ 180 ഡിഗ്രിയാണ് കിട്ടുക. ഓക്കെ, ഇനി 4 വശമുള്ളത് നോക്ക്. 4 വശമുള്ളതിന്റെ ഇതാ 2 ട്രയാങ്കിൾ ആക്കി മാറ്റിയ, അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിലുള്ള കോണ് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക. ഈ ഉള്ളിലുള്ളതെല്ലാം കൂട്ടിയാൽ 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 360 ഡിഗ്രി ഉള്ളത് ഏതാണ്? ഒരു ക്വാഡ്രിലാറ്റർ ആണ്, 4 സൈഡഡ് പോളിഗൺ ആണ്, 4 വശമുള്ള ബഹുഭുജം, ചതുർഭുജമാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിനെങ്ങനെയാണ് ആൻസർ എഴുതുക? പുറകോൺ തുക നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി. അപ്പൊ പോളിനോമിയൽ വിത്ത് സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രി. ഒന്നുകൂടെ കേൾക്കുക, പോളിനോമിയൽ വിത്ത് സം ഓഫ് ഇന്നർ ആംഗിൾസ് 360 ഡിഗ്രി, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാല് 360 ഡിഗ്രി അകകോൺ വരുന്ന, 360 ഡിഗ്രി അകകോൺ വരുന്ന ചതുർഭുജം, ബഹുഭുജം, അത് ഏതാണ് വരിക? അപ്പൊ ആൻസർ വരിക ചതുർഭുജം. കാരണം എന്താ? ചതുർഭുജത്തിന്റെ അകകോൺ തുക എത്രയാണ്? അകകോൺ തുക 360 ഡിഗ്രിയാണ്. അതായത് സം ഓഫ് ആംഗിൾസ് ഇൻ എ ക്വാഡ്രിലാറ്ററൽ അത് എത്രയാണ് വരിക? ക്വാഡ്രിലാറ്ററൽ 360 ഡിഗ്രിയാണ് വരിക. അപ്പൊ ഏതാണ് വരിക?
ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി, ഇന്നർ ആംഗിൾ 360 ഡിഗ്രി. അപ്പോ അതിന്റെ ഏത് പോളിനോമിയലാണ് വരിക? ആൻസർ ഇംഗ്ലീഷിലെ ക്വാഡ്രിലാറ്ററൽ എന്ന് എഴുതുക, മലയാളത്തില് ചതുർഭുജം എന്ന് എഴുതുക. ആൻസർ ക്വാഡ്രിലാറ്ററൽ, മലയാളത്തിലെ ചതുർഭുജം. അതാണ് അതിലെ രണ്ടിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി രണ്ടിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പുറകോണുകളുടെ തുക അകകോണുകളുടെ തുകയുടെ 2 മടങ്ങാകുന്ന പോളിനോമിയൽ പോളിഗൺ ബഹുഭുജം ഏത്? പുറകോണുകളുടെ തുക അതെത്രയാണ്? 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രി അകകോണുകളുടെ ഡബിൾ ആവുക. അകകോണുകളുടെ ഡബിൾ ആവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അകകോണിന്റെ തുക എത്രയാവണം? 180 ആവണം. 360 വേറൊന്നിന്റെ 2 മടങ്ങാകണമെങ്കിൽ അകകോൺ തുക എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പുറകോണുകളെല്ലാം കൂട്ടിയാല് എത്ര വരും? ഇതും കൂട്ടിയാല് 360 ഡിഗ്രി കിട്ടും. അപ്പോ ഔട്ടർ ആംഗിള് പുറകോൺ എത്ര കിട്ടും? ഔട്ടർ ആംഗിള് 360 കിട്ടും. ഇന്നർ ആംഗിൾ എത്രയാണ് കിട്ടുക? ഇന്നർ അകകോൺ എത്രയാണ് കിട്ടുക? 180 ഡിഗ്രി. അപ്പോ ഇന്നർ എന്ന് പറഞ്ഞാല് അകകോൺ, ഔട്ടർ എന്ന് പറഞ്ഞാല് പുറകോൺ. നോക്കൂ, ഇപ്പൊ പുറകോൺ 360 ഡിഗ്രി, അകകോൺ 180 ഡിഗ്രി. അപ്പോ നമുക്ക് പറയാൻ പറ്റുമല്ലോ, അകകോണിന്റെ 2 മടങ്ങാണ് പുറകോൺ. 2 times of the sum of inner angles equal to sum of outer angle. അപ്പൊ ഏതാണ് ആ പോളിനോമിയൽ? ആ പോളിഗൺ ഏതാണ്? ബഹുഭുജം ഏതാണ് വരിക? ആൻസർ വരിക രണ്ടാമത്തേന്റെ ആൻസർ ട്രയാങ്കിൾ. രണ്ടാമത്തേന്റെ ആൻസർ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് ത്രികോണം. അതിന്റെ കാരണം എന്താ? കാരണം ഈ പുറകോൺ എപ്പോഴും മാറില്ല, ഔട്ടർ ആംഗിൾ എപ്പോഴും മാറില്ല. മാറുന്നത് ആരേ മാറുള്ളൂ? പോളിഗണിന് അനുസരിച്ചിട്ട്, ബഹുഭുജങ്ങൾക്കനുസരിച്ചിട്ട് അകകോണുകളുടെ തുകയാണ് മാറ്റം വരിക. ഓക്കെ, അപ്പൊ രണ്ടാമത്തതിന്റെ ആൻസർ എന്താണ്? ത്രികോണം. കാരണം എന്താ? പുറകോണിന്റെ അളവ് അകകോണുകളുടെ അളവിന്റെ 2 മടങ്ങായിട്ട് വരുന്നത് ട്രയാങ്കിള്. പിന്നെ പുറകോണും അകകോണും ഈക്വൽ ആയിട്ട്, തുല്യമായിട്ട് വരുന്നത് ചതുർഭുജം, ക്വാഡ്രിലാറ്ററൽ. ഇവിടെ സം ഓഫ് ഇന്നർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾ. ഓക്കെ, അത് രണ്ടും തമ്മിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചേ. ആ രണ്ടാമത്തേല് തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് അതിൽ പറയുന്നത്? പുറകോണുകളുടെ തുക അകകോണുകളുടെ തുകയുടെ പകുതിയാവുന്ന ബഹുഭുജം. പുറകോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓൾവേസ് എത്രയാണ്? 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രി എന്തായിരിക്കണം? സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഹാഫ് ആയിട്ട് വരണം. അപ്പോ അകകോണുകളുടെ തുകയുടെ പകുതിയായിട്ട് ഇത് വരണം. അപ്പൊ അകകോണുകളുടെ തുക എത്രയായിരിക്കണം? 720 ഡിഗ്രി ആയിരിക്കണം. അപ്പൊ ആ 720 ഡിഗ്രി 720 ഡിഗ്രി അകകോണിലുള്ള പോളിഗൺ ബഹുഭുജമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 720 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ശ്രദ്ധിക്കോ, ട്രയാങ്കിളിൻ്റെത് 180 ഡിഗ്രി, 4 വശങ്ങൾ ഉണ്ടെങ്കിൽ 360 ഡിഗ്രി, 5 വശങ്ങൾ ഉണ്ടെങ്കിൽ 5 സൈഡ് ഉണ്ടെങ്കിൽ ഇതിന്റെ കൂടെ വീണ്ടും 150 കൂട്ടിയാൽ മതി. അപ്പൊ 540 ഡിഗ്രി. 6 സൈഡ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, 6 സൈഡ് ഉണ്ടെങ്കിൽ എത്ര വരും? അത് 720 ഡിഗ്രി വരും. ഇതിന്റെ കൂടെ 150 കൂട്ടുമ്പോ അപ്പൊ 720 ഡിഗ്രി വരുന്നത് ഏതാണ്? 6 സൈഡിലാണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 6 സൈഡഡ് പോളിഗൺ. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഹെക്സഗൺ. അപ്പൊ ഹെക്സഗണില് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഹാഫ് ആണ് സം ഓഫ് ഔട്ടർ ആംഗിൾസ്, അല്ലെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് ഹാഫ് ഓഫ് ദി സം ഓഫ് ഇന്നർ ആംഗിൾസ്. അതായത് ഷഡ്ഭുജത്തിൽ, ഹെക്സഗണിന്റെ മലയാളം ഷഡ്ഭുജം, ഷഡ്ഭുജത്തിൽ പുറകോണിന്റെ തുക അകകോണുകളുടെ തുകയുടെ പകുതിയാണ്. നോക്ക്, അകകോണുകളുടെ തുക എത്ര? 720 ഡിഗ്രിയാണ്. ഓക്കെ, 720 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരക്കാതെ നമുക്ക് കണ്ടുപിടിക്കാം. 720 എന്ന് പറയുമ്പോൾ എത്ര? 180 ആണ്. 4 ഗുണം 180 ആണ്
720. അപ്പൊ 4 ഗുണം എന്ന് പറയുമ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താ, 4 കിട്ടിയാൽ അതിനേക്കാൾ 2 അധികമാണ് സൈഡ് വരിക, വശങ്ങൾ വരിക. അപ്പൊ ഓൾറെഡി 6 വശങ്ങൾ വരും. ഓക്കെ, എത്ര 180 ഡിഗ്രി, ആദ്യം 180 ഡിഗ്രിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അതിന്റെ കൂടെ 2ഉം കൂടെ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? സമഷഡ്ഭുജം ഹെക്സഗൺ. ഓർത്തു വെക്കണേ. 2-ല് 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ അത് ഇങ്ങനെയാ പറഞ്ഞത്, പുറകോണുകളുടെ തുക അകകോണുകളുടെ തുകയുടെ പുറകോണുകളുടെ തുക അകകോണുകളുടെ തുകയുടെ 1/3 ബഹുഭുജം ഏത്? ഓക്കെ, പുറകോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ 1/3 ആകുന്നത് ഏത് പോളിഗൺ ആണ്, ഏത് ബഹുഭുജമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പുറകോണിന്റെ തുക എല്ലാ പ്രോബ്ലത്തിലും എത്രയാണ്? ഔട്ടർ ആംഗിള് 360, 360 ഡിഗ്രിയാണ്. ഇത് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ 3 മടങ്ങ്, 1/3 ആയിരിക്കണം ഇത്. അപ്പോ ഇതിന്റെ 3 ടൈംസ് ആയിരിക്കണം ഇത്, 3 മടങ്ങാവണല്ലോ. അപ്പൊ എത്രയായിരിക്കും? 360നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1080 ഡിഗ്രി കിട്ടും. ഈ 1080 ഡിഗ്രി വരുന്നത് ഏത് പോളിഗണാണ്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ആയിട്ട് വരുന്നത് ഏത് ബഹുഭുജത്തിനാണ് 1080 ഡിഗ്രി അകകോണുകളുടെ തുകയായി വരുന്നത് എന്നാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കോ, 720 നമുക്കറിയാം എത്ര സൈഡ്? 6 സൈഡ്. അതിന്റെ കൂടെ വീണ്ടും നമ്മള് 180 കൂട്ടുക. 720ന്റെ കൂടെ 180 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 900 കിട്ടും. ഇത് എത്ര സൈഡിന്റെ ആയിരിക്കും? 7 സൈഡുള്ളതായിരിക്കും. കാരണം ഇത് 6 സൈഡുള്ളതിനാണ് 720. അപ്പൊ ഇതിന്റെ കൂടെ വീണ്ടും ഒരു 180 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 1080 കിട്ടും. അപ്പൊ 1080 എത്ര സൈഡിൻ്റെതാണ്? 1080ന്റെ നമുക്ക് കിട്ടും അത് 8 സൈഡിൻ്റെതായിരിക്കും. 8 സൈഡ്. 8 സൈഡ് പറഞ്ഞാല് 8 വശം. 8 വശം ഉള്ളതിനാണ് 1080 വരിക. അപ്പോ ഏത് പോളിഗണാണ് ഈ അകകോണിന്റെ തുകയുടെ 1/3 പുറകോണായിട്ട് വരുന്നത്? ഏത് ബഹുഭുജത്തിനാണ് പുറകോൺ അകകോണിന്റെ തുകയുടെ 1/3 വരുന്ന വെച്ചാല് 8 വശങ്ങളുള്ളത്? 8 വശങ്ങളിൽ എന്താ പറയാ? അഷ്ടഭുജം. അപ്പൊ അതിന്റെ പേര് പഠിച്ചു വെക്കുക, അഷ്ടഭുജം. അഷ്ടം എന്ന് പറഞ്ഞാൽ 8, അഷ്ടഭുജം. ഇംഗ്ലീഷിലാണെങ്കിൽ അതിന് നമ്മൾ പറയും ഒക്ടഗൺ. ഒക്ടഗൺ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ പെന്റഗൺ, സെപ്റ്റഗൺ, ഒക്ടഗൺ, നെനഗൺ, ഡെക്കാഗൺ എന്നാണ് ഇവരെ സൈഡ് കൂടി കൂടി പോകുന്നതിന് നമ്മൾ പറയാ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 അപ്പൊ പണ്ട് ആദ്യ കാലത്ത് ഒക്ടോബർ എന്ന് പറയുന്നത് 8ാമത്തെ മാസമായിരുന്നു. കലണ്ടറിൽ ഒക്ടോബർ 8ാമത്തെ മാസമായിരുന്നു. ഓക്കെ, പിന്നീടാണ് 2 മാസം കൂടെ മുമ്പേ കൂടി, ജനുവരിയും ഫെബ്രുവരിയും തുടക്കത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പോ ഒക്ടോബർ എത്രാമത്തെ മാസമായി? ഇപ്പോ 10ാമത്തെ 10th മന്ത് ആയിട്ട് മാറി. ഓക്കെ, സെപ്റ്റ എന്ന് പറഞ്ഞാൽ 7 ആണ്. പക്ഷെ ഇപ്പോ 9ാമത്തെ മാസമാണ്. കാരണം ജനുവരിയും ഫെബ്രുവരിയും മുമ്പിൽ വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യമുണ്ട് ഇങ്ങനത്തെ ഭാഷക്ക് കേട്ടോ. അപ്പൊ ഒക്ടഗണിനാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, പുറകോണിന്റെ തുക മാറൂല. അപ്പൊ ഇതിന്റെ ഇത്ര ടൈംസ്, ഇത്ര ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ വെച്ചിട്ട് ആ മറ്റേ പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടെത്തുക, അത് ഏതിനാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.